സംസ്ഥാനത്ത് 3 ദിവസം അതിശക്തമായ മഴ തുടരും. ഇന്നും നാളെയും ശനിയാഴ്ചയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലും വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലും വരുന്ന 4 ദിവസത്തേക്ക് പ്രത്യേക ജാഗ്രത തുടരണമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പടിഞ്ഞാറൻ കാറ്റ് അതായത് നമ്മുടെ കാലവർഷക്കാറ്റ് ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിലൊരു തീവ്ര ന്യൂനമർദ്ദം ഛത്തീസ്ഗഡ്, ഒറീസ ആ ഭാഗത്തുള്ളത് അത് പടിഞ്ഞാറേക്ക് നീങ്ങി ഗുജറാത്തിനടുത്തെത്തുമ്പോൾ ഒരു അറബിക്കടലിലൊരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടാനും അതുവഴി നമുക്ക് കേരളത്തിൽ കാലവർഷക്കാറ്റ് ശക്തിപ്പെടുകയും അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യതിയാനം ഒന്ന് തീവ്രമാകുകയൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ പൊതുവെ മഴ കൂടാനുള്ള ഒരു സാഹചര്യമാണ്. പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെട്ടതുകൊണ്ട് മലയോര മേഖലകളിൽ മഴ കൂടുതലുണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മലയോര മേഖലകളിൽ പ്രത്യേകിച്ചൊരു ജാഗ്രത വേണം. സാന്ത്വന സാജു നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സാന്ത്വന, അപ്പോ ഇനിയുള്ള 3 ദിവസം നമ്മൾ നല്ല മഴ കരുതണം, ജാഗ്രത കൈക്കൊള്ളേണ്ട ഇടങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? റോഷ്നി, കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ടറിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വരുന്ന 3 ദിവസം വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് മഴയുണ്ടാകും എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ അലേർട്ടുകൾ പ്രകാരവും നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഈ 3 ദിവസത്തെ അലേർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ 3 ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ അലേർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ റോഷ്നി ആദ്യം സൂചിപ്പിച്ചതുപോലെയാണ് ഇന്ന് 5 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നാളേക്ക് വരികയാണെങ്കിൽ റോഷ്നി, ഈ ഒരു മഴ ഒരു സമയത്ത് നാളെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം നാളെ ഇപ്പോൾ 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസത്തേക്ക് വരികയാണെങ്കിൽ ഓഗസ്റ്റ് 1 വരികയാണെങ്കിൽ 9 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 3 ദിവസം വ്യാപകമായി തന്നെ അതിശക്തമായ മഴയ്ക്ക് അതിപ്പോൾ തെക്കൻ ജില്ലകളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും മധ്യ കേരളം എന്നില്ല, ഇനി എല്ലായിടത്തും വ്യാപകമായി തന്നെ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ലഭിച്ചപ്പോൾ നമ്മൾ കണ്ടത് കൂടുതലായും ഈ തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ ഇടനാടുകളിലും ഒക്കെ മഴ ലഭിച്ചതാണ്. ഈ മലയോര മേഖലകളിൽ അങ്ങനെ വലിയ ഒരു മഴയൊന്നും നമുക്ക് ഈ കാലവർഷക്കാലത്ത് ലഭിച്ചില്ല എന്നുള്ളതാണ്. അത് ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ ഒരു അഭാവമായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ കാറ്റാണ് നമുക്ക് കൂടുതലായി ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പടിഞ്ഞാറൻ കാറ്റും തെക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റിന്റെ സ്വാധീന ഫലമായിട്ട് ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായി മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. റോഷ്നി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മണ്ണിടിച്ചിൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത, അത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലും അതുപോലെ തന്നെ ഈ വയനാട് അടക്കമുള്ള വടക്കൻ ജില്ലകളിലും ഉണ്ടാകണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും അടുത്ത മാസം 2 വരെ ഇപ്പോൾ ഓഗസ്റ്റ് 2 വരെ ഇപ്പോൾ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സാന്ത്വനയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ നൽകിയത്. അപ്പൊ കാറ്റും മഴയും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കണം, കരുതൽ കൈവിടരുത് എന്നുള്ളതാണ് പറയാനുള്ള മുന്നറിയിപ്പ്.